ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ സ്റ്റേറ്റ് സിലബസിൻ്റെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോയിങ് ദ പ്ലാൻ വേൾഡ് ക്ലോസ്ലി എന്ന ചാപ്റ്ററാണ്. ദ വെക്കേഷൻ ഈസ് ഓവർ, ഹൗ എക്സൈറ്റിംഗ് ഇറ്റ് ഈസ് ടു ഗോ ടു സ്കൂൾ വിത്ത് ആൻ അംബ്രല, പ്ലേയിങ് ഇൻ ദ റെയിൻ, വെൻ ഡിഡ് യു വേക്ക് അപ്പ് ടുഡേ, ഡിഡ് യു ടേക്ക് enough food before coming to school, what did you eat today, try to write it down, which among this food item did you get from plants. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോയിങ് ദ പ്ലാൻ ക്ലോസ്ലിയിലുള്ള കുറേ പ്ലാൻസും അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാം. ഫോട്ടോസിന്തസിസ് എങ്ങനെയാണ് അതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് വരികയാണ് എന്നൊക്കെയാണ് ഇതിൽ പറയണത്. പിന്നെ ഡു വി യൂസ് ഓൺലി ദ ലീഫ് ഓഫ് എമറാന്തസ് ഫോർ അവർ ഫുഡ്, ഹാവൻറ്റ് യു സീൻ കോളിഫ്ലവർ, ഹൗ പാർട്ട് ഓഫ് ഡു വി ഈറ്റ്. കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലവറാണ് അല്ലേ. അതിൻ്റെ ലീവ്സ് ഫ്ലവേഴ്സൊക്കെ നമ്മൾ ലീവ്സ് യൂസ് ചെയ്യണ പോലെ തന്നെ നമ്മൾ ഫ്ലവേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ തണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ അല്ലേ. പിന്നെ അതേപോലെ കായ, മറ്റേ മുരിങ്ങക്കോല് എല്ലാം നമ്മൾ ലീവ്സ് ചില ഓരോ പ്ലാന്റ്സിനും ഓരോരോ പാർട്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ ഫുഡായിട്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. ഡു ഓൾ പ്ലാന്റ്സ് ഹാവ് എഡിബിൾ പാർട്സ്. എല്ലാ പ്ലാന്റ്സിനും എഡിബിൾ പാർട്സ് ഉണ്ടോ? അല്ല. ചില പെപ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ടെർമറിക്ക്, ജിഞ്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേരെന്നാണ് എടുക്കണത് അല്ലേ. കാർഡമൺ ഒക്കെ നമ്മളെന്താണ് എല്ലാത്തിനും ഒരേ ഭാഗത്താവില്ല അതിൻ്റെ നമ്മൾ കഴിക്കുന്നത്. ഡിഫറെൻറ്റ് പാർട്സാണ് നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് നമ്മൾ കഴിക്കുക. പിന്നെ കുറുന്തോട്ടി, പനിക്കൂർക്ക, അതിനൊക്കെ മെഡിസിനൽ പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന ഓരോരോ പ്ലാന്റ്സിൻ്റെ പേരാണ്. ആ പ്ലാന്റ്സിനൊക്കെ നമ്മൾ സയൻസ് ഡയറിയിൽ റെക്കോർഡ് ചെയ്യാനാണ് പറയുന്നത്. ഓൾ അനിമൽസ് ഡിപ്പെൻഡ് ഓൺ ദ പ്ലാന്റ്സ് ഫോർ ഫുഡ്. എല്ലാ അനിമൽസും പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്ലാന്റ് പ്രൊവൈഡ് ഫുഡ് ഫോർ അസ്, ബട്ട് വേർ ഡു ദേ ഗെറ്റ് ദെയർ ഓൺ ഫുഡ്. അവരെങ്ങനെ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയുന്നത് ഫോട്ടോസിന്തസിസ് വഴിയാണ്. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് അബ്സോർബ് വാട്ടർ ത്രൂ ദെയർ റൂട്ട്സ് വഴിയാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്, വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. വാട്ടർ കണ്ടെയ്ൻ വേരിയസ് മിനറൽസ്. വാട്ടറിൽ എന്തൊക്കെയാണ്, ഇഷ്ടം പോലെ മിനറൽസ് ഉണ്ട് അല്ലേ. പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ത്രൂ ദ മൈന്യൂട്ട് പോൾസ് പ്രസൻറ്റ് ഇൻ ദ ലീവ്സിലുള്ള മൈന്യൂട്ട് പോൾസ് വഴി കാർബൺ ഡയോക്സൈഡ്, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡും എന്ത് ചെയ്യുന്നു, അത് ഉള്ളിലേക്ക് കയറ്റുന്നു. ഓൾ ദീസ് ആർ ഡൺ ഫോർ പ്രിപ്പയറിങ് ഫുഡ്. ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ വെള്ളത്തിലുള്ള മിനറൽസും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും മാത്രം അതിന് മതി. ഇതൊക്കെയാണ് വേണ്ടത്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ദ ഫുഡ് ടേക്ക് പ്ലേസ് ഇൻ ദ ലീവ്സിലാണ് ഫുഡ് പ്രിപ്പറേഷൻ ഉണ്ടാകുന്നത്. ആ ഒരു പ്രോസസ്സിനാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് വാട്ടർ റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു. ആ വാട്ടറിൽ എന്തൊക്കെ ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവുന്നു. പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു. ലീവ്സ് വഴിയാണ് അബ്സോർപ്ഷൻ ഉണ്ടാകുന്നത്. ലീവ്സ് വഴിയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെ എന്താണ് ഫോട്ടോസിന്തസിസ്. സൺലൈറ്റ് ആൻഡ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ദ ലീവ്സ് ഈസ് കോൾഡ് ക്ലോറോഫിൽ ആർ എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. സൺലൈറ്റും അതുപോലെ തന്നെ ക്ലോറോഫില്ലുമാണ് നമുക്ക് ഒരു ഫോട്ടോസിന്തസിന് ആവശ്യമുള്ളത്. ദ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ഗ്ലൂക്കോസ് ആണ് ഫോട്ടോസിന്തസിൻ്റെ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്സിജൻ ഈസ് ഓൾസോ ഫോംഡ് അലോങ് വിത്ത് ദിസ്. ഗ്ലൂക്കോസും ഓക്സിജനുമാണ് നമുക്ക് ഈ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്, ഡേ ടൈമിലാണ് റിലീസ് ചെയ്യുന്നത്. ദ ഗ്ലൂക്കോസ് ഫോംഡ് ത്രൂ ഫോട്ടോസിന്തസിസ് ഈസ് ലേറ്റർ കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച് ആൻഡ് പ്ലാന്റ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ആൻഡ് ഹെൻസ് ദേ ആർ നോൺ ആസ് ഓട്ടോട്രോപ്സസ്. പ്ലാന്റ്സിന് നമ്മൾ ഓട്ടോട്രോപ്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസിന്തസിസ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ പുറത്തുനിന്നുള്ള കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തിട്ടും അതുപോലെ തന്നെ പിന്നെ വാട്ടറിലുള്ള മിനറൽസും കൂടി കൂട്ടിയിട്ട് നമ്മൾ ലീഫ് വഴി ഫുഡ് പ്രിപ്പറേഷൻ തുടങ്ങുന്നു. ഇതിൽ പിഗ്മെൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് സൺലൈറ്റും ക്ലോറോഫിലാണ് പിഗ്മെൻ്റായിട്ട് ആക്ട് ചെയ്യണത്. ഇവരൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത് ഗ്ലൂക്കോസാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു, ഓക്സിജനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഇത് റിലീസ് ചെയ്യുന്നത് ഡേ ടൈമിലാണ്. ഈ ഗ്ലൂക്കോസ് റിലീസ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റാർച്ചായിട്ട് മാറിയിട്ട് ഈ സ്റ്റാർച്ച് എന്ത് ചെയ്യുന്നു, പ്ലാന്റ് അങ്ങനെയാണ് അവരുടെ ഫുഡ് ദെയർ ഓൺ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ്, കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ, സൺലൈറ്റ്, ക്ലോറോഫിലിൻ്റെ പ്രസൻസിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നു, ഗ്ലൂക്കോസും ഓക്സിജനും കിട്ടുന്നു. പിന്നെ സ്റ്റൊമാറ്റ പറഞ്ഞാൽ എന്താ, അതും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. പ്ലാന്റ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് റിലീസ് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ദിസ് gaseous exchange take place through small pores of the leaves.
This pores is called as stomata, and they also release water from the plants to atmosphere. അറ്റ്മോസ്ഫിയറിലേക്ക് വാട്ടറിനും റിലീസ് ചെയ്യുന്നു. അതുപോലെ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ ഫോട്ടോസിന്തസിസ് വഴി വിടുന്നുണ്ടെങ്കിൽ ആ ഒരു സ്മോൾ പോഴ്സ്, ലീവ്സിലുള്ള സ്മോൾ പോഴ്സ് വഴിയാണ് വിടുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ സ്മോൾ പോഴ്സിനെ പറയുന്നതാണ് സ്റ്റൊമാറ്റ. ഇനി എന്താണ് ക്ലോറോഫിൽ? ക്ലോറോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രീൻ കളേർഡ് പിഗ്മെൻറ്റ് സീൻ ഇൻ ദ പ്ലാന്റ്സ് ഇസ് കോൾഡ് ക്ലോറോഫിൽ. ആ പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്ന ആ പിഗ്മെൻറ്റിനെ പറയുന്നതാണ് എന്ത്? ക്ലോറോഫിൽ എന്ന്. മെറ്റീരിയൽസ് ലീഫ് ഓഫ് റെഡ് അമരാന്തസ് ഫ്ലോട്ടിംഗ് പേപ്പർ. റബ് ദ ലീഫ് ഇൻ റെഡ് കളേഴ്സ് ആൻഡ് ഒബ്സർവ് ദ കളർ ചേഞ്ച് ഇൻ ദ പേപ്പർ. അത് ജസ്റ്റ് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യും. നമ്മൾ സ്കൂളിലൊക്കെ പോയാൽ നമ്മൾ ചെയ്യും. ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഹെൻസ് ലീവ്സ് ആർ ഇൻ ലീവ്സിൽ കുറേ പിഗ്മെൻറ്റ്സസ് ഉണ്ട് അല്ലേ. അപ്പോൾ ലീഫിന് ചില സാധനത്തിന് ചില കളറായിരിക്കും. അപ്പോൾ അതിലുള്ള പിഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്തോഫിൽ ആണെങ്കിൽ യെല്ലോ കളറായിട്ട് വരുന്നു. കെരാറ്റിനാണെങ്കിൽ യെല്ലോയിഷ് ഓറഞ്ച് കളറായിരിക്കും. പിന്നെ ആന്തോസയനിനാണെങ്കിൽ റെഡ് ഇൻ കളറായിരിക്കണം. അങ്ങനെ കുറേ കളർ ചേഞ്ചസ് ഉണ്ട്. പിഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഗ്മെൻ്റാണ് ലീവ്സിനും അതുപോലെ സ്റ്റെംസിനും ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനൊക്കെയാണ് പിഗ്മെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? കളർ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇത് ഇന്നർ ഡോറിൽ വളർത്തുന്ന ചെടികളെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസും റെസ്പിറേഷൻ വഴി കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു, ഓക്സിജൻ ഉള്ളിലേക്ക് വിടുന്നു. അതുപോലെ തന്നെ ഓൺ ദ ടൈം ഓഫ് ഫോട്ടോസിന്തസിസ് റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് വയ്ക്കുന്നു, ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ജസ്റ്റ് ഒരു ഇതുപോലെ കാണിച്ചിരിക്കുകയാണ്. വെൻ ഗ്രീൻ പ്ലാന്റ്സ് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ് ഡ്യൂറിങ് ഡേ ടൈം കാർബൺ ഡയോക്സൈഡ് ഈസ് അബ്സോർബ്ഡ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. വെൻ ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് ഡേ ടൈമിൽ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുന്നു, ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. പിന്നെ സിൻസ് ഫോട്ടോസിന്തസിസ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അറ്റ് നൈറ്റ് ആൻഡ് ഓക്സിജൻ ഈസ് നോട്ട് റിലീസ്ഡ്, all organisms includes plants respire day and night. Oxygen is taken in, carbon dioxide is given out at that time. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഓക്സിജൻ പുറത്തു വിടലും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് ഉള്ളിൽ കയറ്റുന്ന പരിപാടി നടക്കുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അത് എപ്പോഴാണ് നടക്കുന്നത്? ഡേ ടൈമിൽ ഓക്സിജൻ പുറത്തു വിടും, കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് വിട്ടിട്ട് ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വിടുന്നു. പക്ഷേ ഈ സാധാ നോർമൽ സമയം നൈറ്റ് ടൈമിൽ എന്ത് ചെയ്യുന്നു? മറ്റ് സാധാ ജീവികൾ എങ്ങനെയാണ് ശ്വസിക്കണം? ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയല്ലേ ചെയ്യുക. അതുപോലെ തന്നെ പ്ലാന്റ്സും ചെയ്യുന്നു. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഓക്സിജൻ പുറത്തേക്ക് വിട്ടിട്ട് കാർബൺ ഡയോക്സൈഡ് ഉള്ളിൽ കയറുന്ന പരിപാടി. അല്ലാത്ത സമയത്ത് നൈറ്റ് ടൈമിൽ എന്ത് കാട്ടുന്നു? ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. എ പ്ലേസ് ടു ലീവ്, ഇതിലൊന്നും പറയാനില്ല. പിന്നെ വാൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമൺ ടൈപ്പ് ഓഫ് ഓർച്ചിഡ് സീൻ ഇൻ അവർ ലൊക്കാലിറ്റി. വാൻഡേനെ അറിയില്ലേ? വാൻഡയുടെ പിക്ചർ നോക്കിക്കോളൂ. പിന്നെ പാരസൈറ്റിക് പ്ലാന്റ്സ് ഉണ്ട്. Even though Loranthus has leaves and roots, it's prepare food absorbing water and minerals from the host plants. Cascata is a light yellow-green climbers which is separate over a plant. അങ്ങനെ ഓരോരോ കസ്കറ്റ അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്ലാന്റ്സിനെ പരിചയപ്പെടുത്താണ്. പിന്നെ റെഫ്ലേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലാർജസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ഫ്ലവറാണ് ഈ റെഫ്ലേഷ്യ. Plant that absorb water and minerals from the host plant and prepare their own food with the help of their leaves is known as semi-parasite. Example, Loranthus. Plants that absorb food directly from the host plants are total parasites. It's called as Cascata. Both semi-parasite and total parasites harm the host plants. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സെമി പാരസൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ പാരസൈറ്റ്സും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളിച്ചെടികളൊക്കെ ഉണ്ടാവില്ല, ക്ലൈംബേഴ്സ്. ഈ ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൈംബ് ചെയ്ത് ഇപ്പോൾ മാവിലൊക്കെ ക്ലൈംബ് ചെയ്ത് കയറുന്ന കാണാം. അപ്പോൾ അത് മാവിൻ്റെ ഫുഡും അതുപോലെ തന്നെ അതൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അതിനെ പറയുന്നതാണ് സെമി പാരസൈറ്റ്സ്. എക്സാമ്പിളായിട്ട് പറയുന്നത് ലൊറാന്തസ്. പക്ഷേ ഈ മറ്റേ കസ്കട്ട പറഞ്ഞിട്ടുള്ള സാധനങ്ങളിലൊക്കെ അത് എല്ലാം അബ്സോർബ് ചെയ്തെടുക്കും. ഹോസ്റ്റ് പ്ലാന്റിൽ ഒന്നും വയ്ക്കാതെ എല്ലാം അബ്സോർബ് എടുക്കും. അതിനെ ടോട്ടലി പാരസൈറ്റ് എന്നാണ് പറയുന്നത്. എല്ലാം അബ്സോർബ് ചെയ്തെടുക്കണമെങ്കിൽ ടോട്ടലി പാരസൈറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് കസ്കട്ട. ഈ സെമി പാരസൈറ്റ് ആണെങ്കിലും ടോട്ടൽ പാരസൈറ്റ് ആണെങ്കിലും രണ്ടും നമ്മുടെ ഹോസ്റ്റ് പ്ലാന്റിന് ഹാംഫുൾ ആണെന്ന് ഓർമ്മ വേണം. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫോട്ടോസിന്തസിസ് എന്താ പഠിച്ചു,
പിന്നെ പിഗ്മെൻ്റാണ് നമ്മുടെ സ്റ്റെമ്മിനും ലീവ്സിനും ഒക്കെ കളറ് കൊടുക്കുന്നതെന്ന് പഠിച്ചു. പിന്നെ റെഫ്ലേഷൻ ലാർജസ്റ്റ് ഫ്ലവർ ആണെന്ന് പഠിച്ചു. പിന്നെ ഡേ ടൈമിൽ മാത്രമേ ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, ബാക്കി എല്ലാ ടൈമിൽ നൈറ്റ് ടൈമിൽ എന്താ കാട്ടുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് ഇട്ടിട്ട് ഓക്സിജൻ ഉള്ളിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെന്താ പറഞ്ഞത്, ക്ലോറോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളർ പിഗ്മെൻറ്റിനെയാണ്. പിന്നെ സ്റ്റൊമാറ്റ എന്താണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നു, ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഒരു പോഴ്സ് വഴിയാണ്. ആ പോഴ്സിനെ പറയുന്നതാണ് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു. അത്രയ്ക്ക് തന്നെ നമ്മളിന്ന് പഠിച്ചിട്ടുള്ളൂ. ദെൻ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.